നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കക്കോടിയിൽ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ യുവതിയെ കഴുത്തിൽ കുരുക്കിട്ട ശേഷം സ്റ്റൂൾ തട്ടിമറിച്ച് കൊലപ്പെടുത്തിയ തടമ്പാട്ട് താഴം പീസ് ഗാർഡനിൽ കെ വൈശാഖിൻ്റേത് സ്നേഹത്തിൽ പൊതിഞ്ഞ വിശ്വാസവഞ്ചന. കൂടുതൽ അന്വേഷണത്തിൽ തെളിയുന്നത് ഇത്രയും കാലം കെ വൈശാഖൻ നടത്തിയിരുന്നത് യുവതിയെ പറഞ്ഞു പറ്റിച്ച് വിശ്വാസവഞ്ചനയും യുവതിയോട് ക്രൂരമായിട്ടുള്ള പീഡനവുമായിരുന്നു. 35 വയസ്സാണ് കെ വൈശാഖിനെ. ചെറിയ പ്രായം മുതൽ തന്നെ ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള യുവതിയെ അറിയാം. ആ പ്രായം മുതൽ തന്നെ പരിചയമുണ്ടായിരുന്നു. അകന്ന ബന്ധു കൂടിയായ യുവതിയെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വൈശാഖൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വളരെ നടുക്കുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് വിവാഹബന്ധത്തിന് മുൻപ് തന്നെ, പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞും വൈശാഖിന് ഈ ബന്ധം തുടർന്നു പോവുകയായിരുന്നു. ഈ വിവരം കൂടി മൊഴിയെടുപ്പിൽ പുറത്തു വന്നതോടെ പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് സാധാരണ ഒരു വിശ്വാസവഞ്ചന നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമല്ല. കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് യുവതിയോട് ഇത് പറഞ്ഞ് യുവതിയെ ഇത്തരത്തിൽ ക്രൂരമായി പീഡനത്തിനിരയാക്കിയിട്ടുണ്ടും അതും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വൈശാഖൻ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇത്തരത്തിൽ പ്രണയ വാഗ്ദാനങ്ങൾ നൽകി, വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തിട്ട് അവസാനം വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ അവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന വാർത്തകൾ ഇന്ന് പതിവായി തന്നെ കേൾക്കുന്നുണ്ട്. ഇത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളാണെങ്കിലും ഇത്തരത്തിൽ തൻ്റെ കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് ഭർത്താവിനെ ക്രൂരമായി കൊലപ്പെടുത്തുക, പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കുട്ടികളെ, തനിക്ക് ആദ്യ ഭർത്താവിലുണ്ടായിട്ടുള്ള കുട്ടികളെ അടക്കം കൊലപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഇന്ന് ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കൊലപാതകമായി മാറിയിരിക്കുകയാണ്. അതായത് പെട്ടെന്ന് ഒരാളെ കാണുന്ന ഒരാളുടെ കൂടെ ജീവിക്കാനായിട്ട്, ഇത്രയും കാലം തൻ്റെ വർഷങ്ങളായിട്ട് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനെ, അല്ലെങ്കിൽ താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഒരു മടിയില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിലും വർഷങ്ങളായി അടുപ്പമുണ്ടായിരുന്ന വൈശാഖിനോട് യുവതി വിവാഹ അഭ്യർത്ഥന നടത്തിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വിവാഹിതനായ പ്രതിക്ക് യുവതിയുടെ ആവശ്യം അംഗീകരിക്കാനായില്ല. ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹിതനായതിനാൽ ഇനി മറ്റൊരു വിവാഹം കഴിക്കാനാകില്ലെന്നും എന്നാൽ യുവതിയെ പിരിഞ്ഞ് ജീവിക്കേണ്ടെന്നും പ്രതി യുവതിയോട് പറഞ്ഞതായാണ് മൊഴിയെടുപ്പിൽ തെളിഞ്ഞത്. ആത്മഹത്യ ചെയ്യുമെന്ന് യുവതി പറഞ്ഞപ്പോൾ നിന്നെ വിട്ടുപിരിഞ്ഞ് എനിക്കും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതും ഒരുമിച്ച് ജീവൻ അവസാനിപ്പിക്കാമെന്ന് വൈശാഖൻ പറഞ്ഞു. പക്ഷെ അതെല്ലാം തന്നെ യുവതിയെ വിശ്വസിപ്പിക്കാനുള്ള ഒരു ഡ്രാമ മാത്രമായിരുന്നു. തുടർന്ന് 24-ന് ഉച്ചയോടെയാണ് മാളിക്കടവിലെ തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വൈശാഖൻ യുവതിയെ വിളിച്ചു വരുത്തുന്നത്. ഇരുവരും 2 സ്റ്റൂളുകളിൽ കയറി നിന്ന് കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ വൈശാഖൻ പെട്ടെന്ന് താഴെ ഇറങ്ങി യുവതി നിന്ന് സ്റ്റൂൾ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. യുവതി തൂങ്ങി നിൽക്കുന്ന സമയത്തും തുടർന്ന് കെട്ടറുത്ത് നിലത്ത് കിടത്തിയും ഇയാൾ ബലാത്സംഗം ചെയ്തതായും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഇയാൾ എന്തൊരു ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് എന്നുള്ള കാര്യം. അതായത് ഇത്രയും കാലങ്ങളായിട്ട് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ആ യുവതിയെ ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് പോക്സോ വകുപ്പ് പോലീസ് ചുമത്തിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ആ ബന്ധം നിലനിന്ന് പോകുന്നു. ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം അയാൾ ഈ വർഷങ്ങളിലെല്ലാം തന്നെ യുവതിയോട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് വിവാഹ വാഗ്ദാനം നൽകിയായിരിക്കാം ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്തിട്ടുണ്ടാവുക. ആ അവസാന നിമിഷം തൂങ്ങി നിൽക്കുന്ന സമയത്തും പിന്നീട് ആ കെട്ടറുത്ത് നിലത്ത് കെടുത്തിയും ഇയാൾ ബലാത്സംഗം ചെയ്തതായിട്ടാണ് പോലീസിനോട് യാതൊരു കൂസലുമില്ലാതെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മരണം ഉറപ്പാക്കിയ ശേഷം യുവതിയെ വർക്ക്ഷോപ്പിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടുവെന്ന് പറഞ്ഞ് ഭാര്യയെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയ ശേഷം ഭാര്യയ്ക്കൊപ്പമാണ് ഇയാൾ കാറിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. അതായത് ഇതിനുശേഷം സത്യസന്ധൻ ചമയാനായിട്ട് ഭാര്യയെ തന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഇത്തരത്തിൽ യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ ഇവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഭാര്യ എത്തി. ഭാര്യയ്ക്കൊപ്പമാണ് കാറിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടും ആർക്കും സംശയത്തിന് ഇട നൽകാത്ത വിധമായിരുന്നു വൈശാഖിന്റെ ഇടപെടലുകൾ. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നാട്ടുകാർക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പ്രതിയോടുള്ള വൈരാഗ്യം കൊണ്ട് യുവതി വൈശാഖിന്റെ ജോലിസ്ഥലത്തെത്തി ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്നാണ് നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നത്.
യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരിച്ചെത്തി CCTVയുടെ ഹാർഡ് ഡിസ്ക് നശിപ്പിക്കാനായിരുന്നു പ്രതിയുടെ പദ്ധതി. എന്നാൽ കേസിൽ തുടക്കത്തിൽ തന്നെ ദുരൂഹത തോന്നിയ പോലീസ് ഉടൻ തന്നെ വർക്ക്ഷോപ്പ് സീൽ ചെയ്തതിനാൽ അതും നടന്നില്ല. അതാണ് പ്രതിയെ കുടുക്കാനായിട്ട് സഹായിച്ചത്. CCTV ദൃശ്യങ്ങളും യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകളുമാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. തുടർന്ന് വൈശാഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൊലപാതകം തെളിയുകയായിരുന്നു. ടൗൺ ACP TK അഷ്റഫിന്റെ മേൽനോട്ടത്തിൽ എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്ത് നടത്തിയ തുടരന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. SIമാരായ സഹദ്, VT ഹരീഷ് കുമാർ, ബിജു, പ്രജു കുമാർ, ASI ബിജു, SPOമാരായ പ്രശാന്ത്, രൂപേഷ്, നിഖിലേഷ്, വൈശാഖ്, മധുസൂദനൻ, സ്നേഹ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും യുവതിയുടെ മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് കൂടി ഇതിലൂടെ തെളിയുകയാണ്. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷമാണ് ജ്യൂസിൽ ഉറക്കഗുളിക ചേർത്ത് യുവതിക്ക് നൽകിയത്. പിന്നീട് പാതി മയക്കത്തിലായി യുവതിയെ നേരത്തെ തയ്യാറാക്കിയ കയറിൽ കെട്ടി തൂങ്ങാൻ നിർബന്ധിച്ചു. കയറിൽ തലകടത്തി ഉടനെ വൈശാഖൻ സ്റ്റൂൾ തട്ടിമറിക്കുകയായിരുന്നു. ലൈംഗിക വൈകൃതമുള്ള വൈശാഖൻ ഈ വേളയിലും മരണശേഷവും യുവതിയെ പീഡിപ്പിച്ചു. പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് നടുക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ ലഭിച്ചത്. മാത്രമല്ല 16 വയസ്സ് മുതൽ യുവതിയെ ശാരീരികമായി ചൂഷണം ചെയ്തിരുന്നതായി പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. സമീപ നാളിൽ യുവതിയുമായി വഴക്കായതോടെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വരുമോ എന്ന് പ്രതി ഭയപ്പെട്ടിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് യുവതി ഡയറിയിൽ കുറിച്ചിട്ടുമുണ്ടായിരുന്നു. പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്.